ஏய் சந்திரா, நம்ம உஷாவோட ரவியோட பேருக்கு ஒரு நல்ல படமா பாத்துடுமா? வாடா, எடு. பார்த்து எடுக்கணும், நல்லா இருக்கணும் என்ன? எடுத்தாச்சா? பாப்போமே. ആഹാ, നല്ല ലക്ഷണപ്പൊരുത്തം. ഇത്രയും നല്ല ജോഡികളെ അടുത്ത കാലത്തെങ്ങും ഞാൻ കണ്ടിട്ടേ ഇല്ല. ദേവശാസ്ത്രം അനുസരിച്ച് ഒരു കൊല്ലം മുമ്പേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിരിക്കണം. വൈകേണ്ട ഒരു കാര്യവുമില്ല. വൈകിക്കാതെ നോക്കണം. സത്യം പറഞ്ഞാ ഇപ്പൊ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകേണ്ട കാലമാണ്. കണ്ടോ ശാസ്ത്രം പറയണ? ഇനി നമ്മളായിട്ട് തെറ്റിക്കും ശരിയല്ല. കല്യാണമോ നടന്നില്ല, ശരി പോട്ടെ. കുട്ടി ഉണ്ടാകുന്ന കാര്യമെങ്കിലും തെറ്റാണ്ട് നോക്കിയാലോ? ഒരാശ കണ്ടില്ലേ? ഈ കാര്യമൊക്കെ കൊള്ളാം. ഈ തൊലിപ്പുറത്ത് തുടരണമെങ്കിലേ ആദ്യം ഈ കഴുത്തിലൊരു മിന്നങ്ങ് കെട്ടണം. സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ദിവ്യേട്ടന്റെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് എതിര് നിന്നിരുന്നെങ്കിൽ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കൊച്ചേ, അമ്മ നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ അച്ഛന്റെ കാര്യത്തിൽ ഒരു തരത്തിലും പേടിക്കാനേ ഇല്ലെന്ന്. എന്റെ അമ്മ ഒരു വര വരച്ചാൽ അവിടെ നിൽക്കും അച്ഛൻ. പാരമ്പര്യം തെറ്റിക്കണ്ട കേട്ടോ. ഞാനൊരു വര വരച്ചാൽ എന്റെ മിസ്റ്ററും അവിടെ തന്നെ നിൽക്കണം കേട്ടോ. ഇനി വാ വരയ്ക്കാൻ. അയ്യോ, നിങ്ങളുടെ പാട്ടിന് മുഹൂർത്തമൊക്കെ അങ്ങ് നിശ്ചയിച്ചു. എനിക്ക് എന്റെ ചേച്ചിയോട് ചോദിക്കാൻ പറയൊന്നും വേണ്ടായിരിക്കും അല്ലേ? അതിന് ഇനിയുണ്ടല്ലോ കുഞ്ഞ്, 2-3 ആഴ്ച. ഇവരെ വീട്ടിൽ നിൽക്കും ഞാനും. വേണ്ട വേണ്ട, കേറിക്കോ. എന്നാ തള്ള തള്ള. എഞ്ചിൻ ഡ്രൈവർ വാസുവിന്റെ വീട് ഏതാണെന്നറിയാമോ? വാസുവിന് പെങ്ങന്മാരില്ലല്ലോ. ഓ, ഗീതയുടെ അനിയത്തി ആയിരിക്കും. അതെ. നേരെ പോയാൽ വർക്ക്ഷോപ്പ് കാണാം. അതിന്റെ തൊട്ടടുത്ത് ഒരു ആഞ്ഞലി മരമുണ്ട്. അതിന്റെ അടുത്താണ് വീട്.
ചേച്ചി ഹായ് ഉഷേ. എന്റെ കൊച്ചി നിനക്കൊരു കത്തയക്കാമായിരുന്നില്ലേ ഉഷേ വരുന്നവരത്തിന്? ഞാൻ ചേട്ടനെ അയക്കായിരുന്നില്ല സ്റ്റേഷനിലേക്ക്. നടന്നു ആ മുഖമൊക്കെ വല്ലാണ്ടായിരിക്കണോ? വീടറിയാണ്ട് നന്നേ വിഷമിച്ചിട്ടുണ്ടാവും. ഇല്ല, നീ അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ മോളെ. ക്ഷീണം ചേച്ചിക്ക. ആഹാ, നിന്റെ മുടിയൊക്കെ കൊഴിഞ്ഞോ? എന്തോരം മുടിയുണ്ടായിരുന്നോ കൊച്ച? ഇപ്പൊ താ കണ്ടില്ലേ? ആ, കാപ്പി ഇട്ട് ഇരിപ്പുണ്ട്, വാ. കട്ടൻ കാപ്പിയാ. ഇങ്ങനെ കുളിക്കണ്ടേ? വെള്ളം ചൂടാക്കണോ? വേണ്ട. ആഹാ, അവിടുത്തെ ഈ തണുപ്പിലും പച്ചവെള്ളത്തിലാ കുളിയൊക്കെ? നന്നായി. വേണ്ട എണ്ണ വേണ്ട ചേച്ചി. ആ, അതുകൊണ്ട് തന്നെ മുടിയൊക്കെ കൊഴിയണേ. ഒന്നിനോളം പോകുന്ന കൊച്ചിനെ ഉപദേശിച്ചിട്ട് എന്തിനാ? തന്നിഷ്ടം പോലെ ആയിരിക്കും. വഴക്ക് പറയുമ്പോ ചേച്ചിക്ക് അമ്മയുടെ അതേ മുഖമാ. അച്ഛന്റെ പിന്നെ വല്ല വിവരമുണ്ടോ ചേച്ചി? ആ, ബോംബെയിലെങ്ങും ഉണ്ടത്രേ. ആ കാര്യം പറയാണ്ടിരിക്കുക കൊച്ചേ ഭേദം. അമ്മയുള്ളപ്പോഴേ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, പിന്നല്ലേ ഇപ്പൊ. എന്തായാലും അങ്ങേരുടെ ഒരു ഗുണവിശേഷം കൊണ്ട് ജനിച്ച നാട്ടിൽ പോകാൻ പറ്റാണ്ടായി നമുക്ക്. കണ്ട ആളുകൾ കല്ലെടുത്തെറിയാ ചെയ്യാൻ. ആ, നിനക്ക് ഈരം മാറാൻ തുണി വേണ്ടേ? വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, എന്നാ ബാ. അയ്യോ വേണ്ട ചേച്ചി, വയറും വെച്ചോണ്ട് ഞാൻ കൊണ്ടുതരാം. ഞാൻ എടുത്തോളാം, വിട്. പക്ഷേ ദാ, ഉച്ചയ്ക്ക് മുരിങ്ങയിലും പരിപ്പും കൂടെ കറി വെക്കട്ടെ. നിനക്ക് കൊതി തീരാത്ത കൂട്ടാനല്ലേ?